അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളുള്ള നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഖുത്ബയിൽ ചില കാര്യങ്ങൾ നാം പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഖുർആനാണ് റമദാനിൻ്റെ ആകത്തുക എന്നുള്ളതാണ്. ഖുർആൻ അവതീർണമായ മാസം എന്ന അർത്ഥത്തിലാണ് റമദാൻ പരിഗണിക്കപ്പെടേണ്ടത്. അതാണ് റമദാനിൻ്റെ പ്രത്യേകത എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു. എന്നാൽ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ജീവിതം പഠിപ്പിക്കുകയും ചെയ്ത മഹാനായ പ്രവാചകൻ്റെ അനുയായികൾ പിൽക്കാലത്ത് ഖുർആൻ ഉപേക്ഷിക്കുകയും ഖുർആനിന് പകരമായി മറ്റ് എന്തൊക്കെയോ കൊണ്ടുവരികയും ചെയ്തതാണ് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. ഖുർആൻ എന്നത് വെറും ഒരു കേവലം വിലാസം മാത്രമായി മാറുകയും ആ വിലാസത്തിനപ്പുറത്ത് ഖുർആനിനെ ഒരു തരത്തിലും പരിഗണിക്കരുത് എന്ന് തീരുമാനിച്ചതുപോലെ ആയിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ്. നിയമങ്ങൾക്കാകട്ടെ, തത്വങ്ങൾക്കാകട്ടെ, വിശ്വാസത്തിനാകട്ടെ, പ്രാർത്ഥനാ രൂപങ്ങൾക്കാകട്ടെ, ഒന്നിനും വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്ന ഒരു പതിവ് അങ്ങില്ലാതായി. പിന്നീടെല്ലാം മറ്റ് വിജ്ഞാനീയങ്ങളെ അല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ പറയപ്പെട്ടതെല്ലാം മതത്തിലുണ്ടാക്കിയത്. ഏതൊരു മതത്തിൻ്റെയും ആധാരം ആ മതത്തിൻ്റെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ള വേദങ്ങളാകണം. അതാണ് കുറ്റമറ്റത്, അതാണ് ആധാരവും അടിസ്ഥാനവുമായിട്ട് ഇരിക്കേണ്ടത്. ഇസ്ലാമിൻ്റെയും അങ്ങനെ തന്നെ. പക്ഷേ ഖുർആൻ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. എന്നിട്ട് ഖുർആനിന് പകരം മറ്റ് പലതും നമ്മളുണ്ടാക്കി. പിന്നീട് അത് പ്രമാണമായി മാറി, പ്രമാണമാക്കി മാറ്റി. ഖുർആനിന് നേർ വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ പോലും അത് എടുക്കുന്നതിനോ അത് പറയുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ നമുക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാതായി തീർന്നു. അങ്ങനെയാണ് മുസ്ലിം സമൂഹം ഭിന്നിച്ചു പോയത്. ഇന്ന് കാണുന്ന ഈ വിഭാഗീയതകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും തെറിവിളിക്കുകയും നരകത്തിലാണെന്ന് ഫത്വ ഇറക്കുകയും ഒന്നിനും കൊള്ളാത്തവരെന്ന് മുദ്രയടിക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം ചൊല്ലാൻ പോലും പാടില്ലെന്ന് പറയുന്ന വിധത്തിൽ അകന്നു പോവുകയും ചെയ്തതിൻ്റെ കാരണം ഖുർആനിൽ നിന്ന് അകന്നു എന്ന ഒരൊറ്റ കാരണമാണ്. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു വിഷയം, പരസ്പരം തർക്കിക്കുന്ന ഒരു വിഷയം,
അത് കുനൂത്താകട്ടെ, കൂട്ടുപ്രാർത്ഥനയാകട്ടെ, തവസ്സുലാകട്ടെ, ഇസ്തിഗാസയാവട്ടെ, എന്തെങ്കിലും ഒരു വിഷയം ഖുർആനിലുള്ളതുണ്ടോ? ഇല്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമോ? പാടില്ലേ? ഒരു വിഭാഗം വിഘടിച്ച് പരസ്പരം തെറി വിളിക്കുന്നതിൻ്റെ കാരണമാണ് ഇത്. കാരണം എന്താണ്? ഹദീസാണ്. ഖുനൂത്തുണ്ടോ? ഇല്ലേ. കാരണം ഹദീസാണ്. കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണോ സുന്നത്താണോ? ഹദീസാണ്. തറാവീഹ് 8 ആണോ 20 ആണോ? ഹദീസാണ്. ലൈലത്തുൽ ഖദ്ർ ഏത് രാവിലാണ്? ഹദീസാണ്. സിയാറത്തിന് പോകാമോ പറ്റൂലേ? ഹദീസാണ്. എന്ന് വെച്ചാൽ പരസ്പരം തർക്കിച്ച് തമ്മിൽ തല്ലി തെറിവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഊർജവും പണവും ചെലവഴിക്കുന്നത് മുഴുവനും ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളുടെ പേരിലാണ്. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് നാം ഭിന്നിച്ചത്? നമ്മെ ഒന്നിപ്പിക്കുന്ന ഒരു പാശമുണ്ട്. ആ പാശം ഖുർആനാണ്. ഹബ്ലുല്ല, അള്ളാഹുവിൻ്റെ പാശം, അത് ഖുർആനാണ്. നമ്മെ ഭിന്നിപ്പിക്കുന്ന പാശം ബുഖാരിയാണ്, മുസ്ലിമാണ്, തിർമുദിയാണ്, ഇബ്നു മാജയാണ്, നസായിയാണ്. ഇങ്ങനെ പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത കിതാബുകളാണ്, ഹദീസിൻ്റെ കിതാബുകളാണ്. ആ കിതാബുകൾ നോക്കിയിട്ടാണ് നാം തമ്മിൽ തല്ലാൻ പഠിച്ചത്. ആ ഹദീസുകൾ നോക്കിയിട്ടാണ് അവരെ കാഫിർ എന്ന് വിളിക്കാൻ നാം പഠിച്ചത്. ആ ഹദീസുകൾ നോക്കിയിട്ടാണ് അവൻ നരകത്തിലാണെന്ന് വിധി എഴുതാൻ നാം ശീലിച്ചത്. ആ ഹദീസുകൾ നോക്കിയിട്ടാണ് വർഗീയത ഉണ്ടാകണമെന്നും പുഞ്ചിരിക്കരുതെന്നും ചിരിക്കരുതെന്നും മറ്റുള്ളവരെ ഉൾക്കൊള്ളരുതെന്നും മറ്റു മതങ്ങളെ ചീത്ത പറയണമെന്നും നാം പഠിച്ചത്. അപ്പോൾ പ്രശ്നം ഹദീസാണ്. ഖുർആനിലേക്ക് മടങ്ങുകയാണ് വഴി. മറ്റൊരു വഴിയില്ല. നിങ്ങൾ എത്ര കാലം തർക്കിച്ചാലും ഖുനൂത്ത് സുന്നത്താണോ ബിദ്അത്താണോ എന്ന് മനസ്സിലാവില്ല. കാരണം സുന്നത്താണെന്ന് പറയുന്ന ഹദീസുണ്ട്, ബിദ്അത്താണെന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പോൾ ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ബിസ്മി ഓദനം എന്ന് പറയുന്ന ഹദീസുണ്ട്, ബിസ്മി ഓദരുത് എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പോൾ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? തല്ലിക്കുക. എന്നിട്ട് വിഡ്ഢികളായ ഈ മനുഷ്യർ പരസ്പരം ഈ ഹദീസ് പഠിച്ചിട്ട് ആ ഹദീസിൽ ഇങ്ങനെ, ഈ ഹദീസിൽ അങ്ങനെ എന്ന് പറഞ്ഞ് തല്ലിക്കൊണ്ടിരിക്കും. തീരുമോ? ഒരിക്കലും തീരില്ല. കാരണം ഈ ഹദീസ് കയ്യിൽ പിടിച്ച് നടക്കുന്ന കാലത്തോളം തമ്മിൽ തല്ല് തീരൂല, പരസ്പര തർക്കങ്ങൾ അവസാനിക്കില്ല. തീരണമെങ്കിൽ എന്ത് വേണം? ഖുർആനിലേക്ക് മടങ്ങണം. ഖുർആനിലേക്ക് മടങ്ങണം എന്ത് വേണം? ഈ ഹദീസുകൾ ഉപേക്ഷിക്കണം. ഏത് ഹദീസുകൾ? ഖുർആനിന് വിരുദ്ധമായി വന്ന സകല ഹദീസുകളും ഉപേക്ഷിക്കണം. അത് ഏത് ഹോജ എഴുതിയ കിതാബുകളിൽ ഉള്ളതാണെങ്കിലും അവസാനിപ്പിക്കണം, വലിച്ചെറിയണം. അതുകൊണ്ടാണ് ഇമാം സമഖ്ശരി പറഞ്ഞത്. സമഖ്ശരി എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണല്ലോ, മുഅ്തസിലിയാണ് എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹം എല്ലാവരും അംഗീകരിക്കുന്ന കശാഫ് എന്ന് പറയുന്ന തഫ്സീറിന്റെ കർത്താവാണ്. അദ്ദേഹം പറഞ്ഞു, ഹദീസ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് താടി വളരും, ബുദ്ധി വളരില്ല. ഇമാം സമഖ്ശരി പറഞ്ഞതാണ്, താടി വളരും, ബുദ്ധി വളരില്ല. ഇതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയെ ചിന്തിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. മനുഷ്യ, നീ എന്തേ ചിന്തിക്കാത്തത്? നിന്റെ ബുദ്ധിക്കും നിന്റെ ചിന്തയ്ക്കും നിന്റെ യുക്തിക്കും ആരാണ് താഴിട്ട് പൂട്ടിയത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ, ഇന്ന ശർറദ് ദവ്വാബി ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ചിന്തിക്കാത്ത, ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളാണെന്ന് ഖുർആൻ പറയുമ്പോൾ, ഹൃദയമുണ്ട്, മനസ്സിലാക്കുകയില്ല, ചിന്തിക്കുകയില്ല, കണ്ണുണ്ട്, കാണുകയില്ല, കാതുണ്ട്, കേൾക്കുകയില്ല, ഇത്തരത്തിലുള്ള ആളുകൾ നാൽക്കാലികളെക്കാൾ ശോചനീയമായ അവസ്ഥയിലാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ, ചിന്തിക്കരുത്, പഠിക്കരുത്, യുക്തിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം നമ്മെ ഹദീസിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ റമദാൻ ക്ഷണിക്കുന്നത് ഖുർആനിലേക്കാണ്. ഖുർആൻ പ്രകാശമാണ്. ഖുർആൻ പറയുന്നു, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറാ. ഖുർആനിനെ നാം വെളിച്ചമാക്കിയിരിക്കുന്നു, പ്രകാശമാക്കിയിരിക്കുന്നു. ഈ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞാലൊന്നും ഈ ഹദീസിന്റെ ആളുകൾക്ക് മനസ്സിലാവില്ല. നൂറാനിയത്ത് എന്താണെന്ന് മനസ്സിലാവില്ല. അത് അള്ളാഹുവിന്റെ നാമമായ നൂറിൽ നിന്ന് പഠിക്കണം. അള്ളാഹുവിന്റെ നാമമാണ് നൂർ. ആയത്തുൻ നൂറിലേക്ക് പോകണം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നൂറാണ് അല്ലാഹു. സൂറത്തുൻ നൂറിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് മുഹമ്മദ് നബിയിലേക്ക് വരണം. എന്നിട്ട് അവിടെ നിന്ന് നൂറാനിയത്ത് സ്വീകരിക്കണം. അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് വിശ്വാസികളുടെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ നൂറാനിയത്തിന്റെ, ആ ഒളിയുടെ പ്രകാശത്തിന്റെ ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും മുറിയാത്ത ധാരധാരയായിട്ടുള്ള വരവുണ്ടല്ലോ, അത് ഖുർആനിൽ നിന്നാണ് കിട്ടുക. വജഅൽനാഹു നൂറൻ, അതിനെ നാം പ്രകാശമാക്കിയിരിക്കുന്നു. ആ പ്രകാശത്തിലേക്ക് പോകണം. ഈ പ്രകാശം അണഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നാം ആ പ്രകാശത്തെ മാറ്റിവെച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇരുട്ട് തപ്പുന്നത്. ഇരുട്ടിലാണ് തപ്പുന്നത്. ഈ പണ്ഡിതന്മാരുടെ ലോകവും ഈ കിതാബുകളുടെ ലോകവും ഈ ദർസുകളുടെ ലോകവും എല്ലാം തപ്പുന്നത് ഇരുട്ടിലാണ്. നാരായണ ഗുരു പറയുന്നുണ്ടൊരിക്കൽ, അടച്ചിട്ട മുറിയിൽ കഠിനമായ ഇരുട്ടിൽ കറുത്ത പൂച്ചയുടെ അടുത്തിരിക്കുന്നവനെ പോലെ, അടുത്ത് പൂച്ചയുണ്ട് പക്ഷെ കാണൂലല്ലോ, കറുത്ത പൂച്ചയെ നാം ഇരുട്ടിൽ തപ്പുകയാണ്, തപ്പിക്കൊണ്ടിരിക്കുന്നു. നൂറാനിയത്ത് വേണം, അത് മുഹമ്മദിന്റെ നൂറാനിയത്താണ്, അത് ആദമിന്റെയും ഇബ്രാഹിമിന്റെയും നൂറാനിയത്താണ് അലൈഹിമുസ്സലാത്തു വസ്സലാം. ആ നൂറ് വേണം. ആ നൂറ് ഖുർആനിലുണ്ട്, എല്ലാ വേദങ്ങളിലുമുണ്ട്, ഖുർആനിലുണ്ട്. ഖുർആനിലേക്ക് മടങ്ങണം. ഹദീസുകൾ നിങ്ങൾക്ക് ഇരുട്ട് സമ്മാനിക്കുന്നു, നിങ്ങളെ ഇരുട്ടിലേക്ക് നയിക്കുന്നു. ഖുർആൻ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. വെളിച്ചത്തിലേക്ക് പോകണം. വജഅൽനാഹു നൂറൻ, അതിനെ നാം പ്രകാശമാക്കിയിരിക്കുന്നു. നഹ്ദി ബിഹി മൻ നശാ മിൻ ഇബാദിനാ വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, അത് നേരായ മാർഗത്തിലേക്ക് നയിക്കും. നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നും ഖുർആൻ പറയില്ല. അപരനോട് വിദ്വേഷം ഉണ്ടാക്കുന്നതൊന്നും ഖുർആൻ പറയില്ല. ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാൻ, എല്ലാവരെയും ആർദ്രതയോടെ കരുണയോടെ നോക്കാനാണ് ഖുർആൻ പറയുന്നത്. ഹദീസുകൾ പറയുന്നതോ വെറുക്കാൻ, അപരനെ മാറ്റി നിർത്താൻ. അതുകൊണ്ട് സ്നേഹത്തിന്റെ ലോകം പണിയണമെങ്കിൽ ഖുർആനിലേക്ക് വരണം. ഖുർആൻ പഠിക്കണം, ഓതലല്ല, പഠിക്കണം. ഇത് ആരുടെ ഖുർആനാണ്? ആരുടെ വചനമാണ്? അള്ളാഹുവിന്റെ വചനമാണ്. ആരുണ്ടാക്കിയതാണ്? ആര് ക്രോഡീകരിച്ചതാണ്? അള്ളാഹു. ക്രോഡീകരണം അത് മറ്റൊരു തമാശയാണ്, നമ്മൾ ഒരു ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. ആരാ ക്രോഡീകരിച്ചത്? ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ഹദീസിനെ സ്വീകരിക്കൂലെങ്കിൽ പിന്നെ ഖുർആനിനെ ക്രോഡീകരിച്ചത് എങ്ങനെ? അത് ഉസ്മാനല്ലേ ക്രോഡീകരിച്ചത്? അബൂബക്കർ അല്ലേ ക്രോഡീകരിച്ചത്? സൈദുബ്നു സാബിത്ത് അല്ലേ ക്രോഡീകരിച്ചത്? ആര് പറഞ്ഞു ഈ കഥ? ആര് പറഞ്ഞു ഈ കഥ? ഖുർആൻ ക്രോഡീകരിക്കാൻ എന്തിന് അബൂബക്കർ? ഖുർആൻ ക്രോഡീകരിക്കാൻ എന്തിന് ഉസ്മാൻ? ഖുർആൻ ക്രോഡീകരിക്കാൻ എന്തിന് സൈദ്? ഖുർആൻ അല്ലാഹു ക്രോഡീകരിച്ചില്ലേ? ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. അതിനെ ക്രോഡീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു പറഞ്ഞു അതിനെ ജംഅ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെയും കൈകടത്തലിന്റെ ആവശ്യമില്ലാതെ, സഹായമില്ലാതെ അല്ലാഹു പ്രവാചകന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത വചനങ്ങളുടെ പേരാണ് ഖുർആൻ. അത് അബൂബക്കർ ക്രോഡീകരിച്ചിട്ടില്ല. അബൂബക്കർ ഇല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാവൂലേ? ഉസ്മാൻ ഇല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാവൂലേ? ഉസ്മാന്റെ താങ്ങിലാണോ ഖുർആൻ നിലനിൽക്കുന്നത്? ഇത് ഉസ്മാനി ഖുർആനല്ല, ഇത് മുഹമ്മദി ഖുർആനാണ്, റസൂലുള്ളാഹിന്റെ ഖുർആനാണ്. അള്ളാഹുവിന്റെ വചനം എവിടേക്ക് വന്നു? അത് പ്രവാചകന്റെ മനസ്സിലേക്ക് വന്നു. ഖുർആൻ പറയുന്നു, ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. നിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധമായ, സ്ഫടിക സമാനമായ, സുതാര്യമായ, അകവും പുറവും ഒരുപോലെ തിളങ്ങുന്ന പ്രകാശത്തിന്റെ നിധികുംഭമായ പ്രവാചക ഹൃദയത്തിലേക്ക് ഇറങ്ങി. എന്തിറങ്ങി? ജിബ്രീൽ ഇറങ്ങി. നമ്മൾ ജിബ്രീൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേഴ്സണെ സങ്കല്പിക്കും, ഒരു വ്യക്തിയെ സങ്കല്പിക്കും. അങ്ങനെയാണ് നമുക്കൊക്കെ പേഴ്സണലൈസ് ചെയ്തിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രവാചകൻ ഹെറാ ഗുഹയിൽ ഇരുന്നപ്പോൾ ജിബ്രീൽ ഇറങ്ങി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കഥ ഉണ്ടാക്കി. ജിബ്രീൽ മുന്നിൽ ഇങ്ങനെ വന്നു നിന്നു, എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ജിബ്രീൽ ഒരു അപര വ്യക്തിത്വം. മുഹമ്മദ് നബി ഇപ്പുറത്തിരിക്കുമ്പോൾ ജിബ്രീൽ അപ്പുറത്ത് വന്നിട്ട് ഒരു ഉസ്താദിനെ പോലെ, വായിക്ക്, എനിക്ക് വായിക്കാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അപ്പോൾ പിന്നെയും പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചു. ഇങ്ങനൊരു വ്യക്തി എന്തിനാണ് പേഴ്സണലൈസ് ചെയ്തിട്ട്? ഈ മുസ്ലിയാക്കൂട്ടം, ഈ മൗലവിക്കൂട്ടം, മുല്ലാക്കൂട്ടം മനുഷ്യ സമൂഹത്തെ വൃത്തികേടിലേക്ക് നയിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണത്. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയാണത്രേ, മറ്റൊരു വ്യക്തി. ഇങ്ങനെ എല്ലാറ്റിനെയും പേഴ്സണലൈസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. ജിബ്രീൽ മറ്റൊരു വ്യക്തിയല്ല. പിന്നെയോ നസല ബിഹിർ റൂഹുൽ അമീൻ. എവിടേക്ക്? അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. നിന്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ഈ പ്രപഞ്ചത്തോളം വിശാലമായ വിശുദ്ധമായ മനസ്സിലേക്ക്, പ്രവാചക ഹൃദയത്തിലേക്കാണ് ജിബ്രീൽ വന്നിറങ്ങുന്നത്. അതൊരു വ്യക്തിയല്ല, അതൊരു ബോധമാണ്, അതൊരു പ്രകാശത്തിന്റെ ഒഴുക്കാണ്. അത് പ്രപഞ്ച മനസ്സുമായി പ്രവാചകന്റെ മനസ്സിന്റെ സംയോഗമാണ്. അതൊരു മേളനമാണ്. ആകാശവും ഭൂമിയും പരസ്പരമുള്ള ലയനമാണ്. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഒരു ഉസ്താദ് വന്നിറങ്ങിയിട്ട് വായിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയലല്ല. അത് ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവനും മേളനമാണത്. അത് പ്രവാചകന്മാർക്ക് മാത്രം സിദ്ധിക്കുന്ന, സംഭവിക്കുന്ന അത്യപൂർവമായ ആനന്ദാനുഭവമാണ്. എന്നിട്ട് പറയും, ജിബ്രീൽ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ആരെ കെട്ടിപ്പിടിച്ചു? എന്നിട്ട് ഇങ്ങനെ കൂട്ടി അമർത്തി പ്രവാചകനെ വേദനിപ്പിച്ച് മസിലൊക്കെ പിടിച്ച് ഞെക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് ജിബ്രീൽ പോയി. ഇതറിയില്ല. ആധ്യാത്മികമായ അനുഭവത്തിന്റെ ഏഴയലത്ത് പോലും എത്താത്ത തലയെക്കെട്ടുള്ള മുല്ലാക്കൂട്ടങ്ങൾക്ക്, താടി വളർത്തിയ മുല്ലാക്കൂട്ടങ്ങൾക്ക് ഇത് തിരിയൂല.
ഇത് മനസ്സിലാവില്ല. ഇത് ആധ്യാത്മികതയുടെ അത്യുന്നതമായ പടവുകളാണ്. ഇത് ഏറ്റവും മഹത്തായ ദർജയാണ്. അവിടെ വെച്ച് ഇത് പ്രവാചകനൊക്കെ തിരിയുള്ളൂ. നിങ്ങൾക്ക് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ പള്ളിയിലെ ഉസ്താദാ. അതാണ് വ്യത്യാസം. പള്ളിയിലെ വല്യുസ്താദ് ഇതല്ല. ഇതെവിടെയാണ്? ഖാബ ഖൗസൈനി ഔ അദ്ന. പ്രപഞ്ചത്തിന്റെ മനസ്സിനോട് അടുത്തു നിൽക്കുന്ന ആ മഹാപ്രതിഭയെ കുറിച്ചുണ്ടോ? ഒരു പൗരോഹിത്യത്തിന് അറിയുന്നു. മനുഷ്യരുടെ കീശയിലേക്ക് കണ്ണു നട്ട് ലൈലത്തുൽ ഖദ്റിന്റെ കള്ളക്കഥ വിളമ്പുന്നവർക്കുണ്ടോ വിശുദ്ധ ഖുർആനിന്റെ മാഹാത്മ്യവും ആ തിരുഹൃദയത്തിന്റെ വിശുദ്ധിയും മനസ്സിലാകുന്നു? എവിടെ മനസ്സിലാകാൻ? അത് മനസ്സിലാകണമെങ്കിൽ ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിലേക്ക് പോകണം. അവിടെയാണ് യാ അയ്യുഹൽ മുദ്ദസിർ മനസ്സിലാവുക. യാ അയ്യുഹൽ മുദ്ദസിർ. നിങ്ങൾ പറയും മൂടിപ്പുതച്ച് കടന്നുറങ്ങുന്നവനെ. അങ്ങനെയല്ല. പിന്നെയോ ദർശനത്തിന്റെ ഈശ്വര ദർശനത്തിന്റെ മഹത്തായ ആ മേളനത്തിന്റെ പ്രകാശമായി തീരുന്നതിന്റെ ആനന്ദലഹരിയിൽ സ്വയം മറന്നിരിക്കുന്നവനെ പ്രവാചകനെ വിളിക്കുകയാണ്. മൂടിപ്പുതച്ച് കടന്നുറങ്ങുന്ന ആളെ കുറിച്ചല്ല പറയുന്നത്. മുഹമ്മദ് നബി മൂടിപ്പുതച്ച് കടന്നുറങ്ങാൻ വന്നയാളല്ല. ഉറങ്ങുന്ന ലോകത്തെ ഉണർത്താൻ വേണ്ടി വന്നയാളാണ്. ഉറങ്ങുന്ന ലോകത്തെ ഉണർത്താൻ വേണ്ടി വന്നയാളുടെ പേരാണ് മുഹമ്മദ്. അല്ലാതെ ഉറങ്ങാൻ വേണ്ടി വന്നയാളല്ല. യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പറയുമ്പോഴും യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറയുമ്പോഴും ഉറങ്ങുന്നവനല്ല. പിന്നെയോ ഈശ്വര ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിൽ എല്ലാം മറന്ന് ആ ആനന്ദലഹരിയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ റസൂലിനോട് പറയുന്നു, അങ്ങനെ ലയിച്ചിരിക്കുകയല്ല. ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക. ആ ലഹരിയിൽ അങ്ങനെ ആറാടാനല്ല, എഴുന്നേൽക്കുക, താഴോട്ടിറങ്ങുക, മനുഷ്യരിലേക്ക് ഇറങ്ങുക. കാരുണ്യപൂർവ്വം മനുഷ്യരിലേക്ക് ഇറങ്ങിയ പ്രകാശത്തിന്റെ പേരാണ് മുഹമ്മദ്. അത് ഖുർആനിന്റെ പേരാണ്. അത് രണ്ടും രണ്ടല്ല. കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനിനെയും മുഹമ്മദിനെയും വേർപ്പെടുത്താൻ ഒക്കുമോ? ഉപ്പിൽ നിന്ന് ഉപ്പുകട്ടയെ വേർപ്പെടുത്തുന്നത് പോലെ ഖുർആനും മുഹമ്മദും ഒന്നാണ്. അത് രണ്ടല്ല. രണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഹദീസ് ഉണ്ടാക്കിയത്. നിങ്ങൾ പറഞ്ഞു ഹദീസും മുഹമ്മദും ഒന്നാണ്. അല്ല, ഖുർആൻ പറയുന്നു ഖുർആനും മുഹമ്മദും ഒന്നാണ്. കാരണം പ്രവാചകൻ ജീവിച്ചത് ഖുർആനായിട്ടാണ്. പുസ്തകത്തിലുള്ളത് അക്ഷരത്തിലുള്ള ഖുർആൻ, മുഹമ്മദ് ജീവിക്കുന്ന ഖുർആൻ. ഇത് രണ്ട് ഒന്നാണ്, വ്യത്യാസമില്ല. ആ മുഹമ്മദിലേക്ക് പോകണം. ആനന്ദലഹരിയിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് ദുരിതങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇറങ്ങി വന്ന ജീവിതം. അതെല്ലാ പ്രവാചകന്മാരുടെയും ജീവിതം അങ്ങനെ തന്നെ. നാരായണ ഗുരു പറയുന്നുണ്ട്, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു. മരുത്വാമയിൽ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അത്യുന്നതിയിലിരിക്കുമ്പോൾ എല്ലാം എനിക്ക് വ്യക്തമായി. ഞാനിതാ ഇറങ്ങുന്നു. മതിരയത് കുടിച്ചോ, ദീനം പിടിച്ചോ, മതിരയത് കുടിച്ചോ, നരകിക്കുന്ന മനുഷ്യ മക്കളിലേക്ക് ഇറങ്ങി വന്നു ഒരു ഗുരു. അവിടെ ഹിറാ ഗുഹയിൽ നിന്ന്, ജബൽ നൂറിൽ നിന്ന് പ്രകാശത്തിന്റെ മല. ഖുർആൻ പറയുന്നു വജഅൽനാഹു നൂറൻ. ഖുർആൻ പ്രകാശമാണ്, മുഹമ്മദ് പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. എന്തിന്? ഏറുകൊള്ളാൻ, ഏറേറ്റുവാങ്ങാൻ, ബഹിഷ്കൃതനാകാൻ, പട്ടിണി കിടക്കാൻ, കരയാൻ, തപിക്കാൻ, അതിനുവേണ്ടി ഇറങ്ങി വന്നത്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. മറ്റൊരാൾ ഇറങ്ങി വന്നു, മൗണ്ട് ഓഫ് ടെംപ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നു. എന്തിന്? കുരിശു ചുമക്കാൻ, മുൾക്കിരീടം ചൂടാൻ, അണിയാൻ. അങ്ങനെയാണ് പ്രവാചകന്മാർ ഇറങ്ങി വരുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ പള്ളിയുടെ ശീതളിമയിൽ നിന്ന് ഇറങ്ങണം, കൊട്ടാരത്തിന്റെ ആലസ്യങ്ങളിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ അകത്തളങ്ങളിലേക്ക് പോകണം. നോവിൻ്റെയും നൊമ്പരത്തിൻ്റെയും കണ്ണീരിൻ്റെയും പേരാണത്. അത് പ്രകാശത്തിൻ്റെ പേരാണ്. അതാണ് റമദാൻ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് എനിക്ക് വിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പെട്ടുപോകണ്ട. ഈ പൗരോഹിത്യത്തിൻ്റെ കൂലി വർത്തമാനം കേട്ട് നിങ്ങൾ പെട്ടുപോകണ്ട. പൗരോഹിത്യം പറയും നിങ്ങൾക്ക് കൂലി കിട്ടും, അങ്ങോട്ട് പോയാൽ കൂലി, ഇങ്ങോട്ട് വന്നാൽ കൂലി. കൂലിയല്ല വേണ്ടത്. പിന്നെയോ റബ്ബിനെ വേണം, അള്ളാഹുവിനെ വേണം, മുഹമ്മദിനെ വേണം, ആ നൂറാനിയത്ത് വേണം, പ്രകാശം വേണം. കൂലി വേണ്ട. ആർക്ക് വേണം കൂലി? ആർക്ക് വേണം കൂലി? 7 സ്റ്റാർ ലെവലിലുള്ള സ്വർഗമാണോ വേണ്ടത്? അതല്ല അള്ളാഹുവിന്റെ നൂറാനിയത്താണോ വേണ്ടത്? ഒഴുകുന്ന മദ്യമാണോ വേണ്ടത്? ഒരിക്കലും പറ്റാത്ത ലഹരിയാണോ വേണ്ടത്? ജീവിതം മധുരമായി തീരലാണോ? ഒരു തുള്ളി തേനാണോ? ഏതാണ് വേണ്ടത്? അള്ളാഹു പറയുന്നത് ഒരിക്കലും പറ്റാത്ത ആനന്ദത്തിലേക്ക് വരിക എന്നാണ്. അത് ഖുർആനിലേക്കുള്ള വരവാണ്. അതാണ് റമദാൻ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഈ കോപ്രായങ്ങളൊന്നുമല്ല. പിന്നെയോ അള്ളാഹുവിന്റെ നൂറിലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ നൂറ് ഖുർആനാണ്. ഖുർആനിലേക്ക് മടങ്ങണം, അത് വായിക്കണം. അത് ഹൃദയത്തിലേക്ക് എങ്ങനെയാണോ ജിബ്രീൽ ആ വിശുദ്ധ ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ നീരുറവ ഒരു കൈവഴിയായി ഇങ്ങനെ ധാരധാരയായി ഒഴുക്കിക്കൊടുത്തത്, അത് നമ്മുടെ ഹൃദയത്തിലേക്കും വരണം. നമ്മുടെ ഹൃദയം മുഹമ്മദി ഖൽബായി മാറണം, മുഹമ്മദിന്റെ ഖൽബായി തീരണം. ആ ഒളി ഏറ്റുവാങ്ങുന്ന
പത്തായ പുരയായി മാറണം. അപ്പോഴാണ് ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുക. ഖുർആൻ വായിക്കണം, ഓതാനല്ല, വായിക്കണം. കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ട് വായിക്കണം. വായ കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് വായിക്കണം. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് ഇറങ്ങണം. എന്നിട്ട് നമുക്ക് ഖുർആനായി മാറാം, ഖുർആനായി ജീവിക്കാം. അങ്ങനെയാണ് വേണ്ടത്. ശരീഅത്ത് ഇവരെഴുതിയുണ്ടാക്കിയ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ശരീഅത്തല്ല. പിന്നെയോ മനുഷ്യനെ ആനന്ദത്തിലേക്ക് ഉയർത്തുന്ന ഹക്കീക്കത്ത്, അതാണ് ഖുർആൻ. ശരീഅത്തിൽ നിന്നുള്ള ഹക്കീക്കത്തിലേക്കുള്ള വളർച്ചയാണ് റമദാൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റമദാനിലേക്കാണ് നമ്മൾ വരേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. റമദാൻ വരുമ്പോൾ സാധാരണക്കാരിലൊരു പതിവുണ്ട്. വീടൊക്കെ വൃത്തിയാക്കും, നോമ്പിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും. വീട്ടിലുള്ള നിസ്കാരക്കുപ്പായൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കും. നല്ല കാര്യമാണ്. നമ്മുടെ വീടും തൊടികളൊക്കെ വൃത്തിയായിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതോടൊപ്പം ആയിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കണം. റമദാൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? അള്ളാഹുവിനോടൊപ്പമാണോ പിശാചിനോടൊപ്പമാണോ എന്നുള്ളതാണ്. ഉപവാസമാണ് നോമ്പിന് മലയാളത്തിൽ പറയുന്ന പേര് ഉപവാസം. ഉപവാസം എന്ന് വച്ചാൽ ഒന്നിച്ച് വസിക്കുക എന്നുള്ളതാണ്. അടുത്ത് വസിക്കുക. ആരുടെ ഒന്നിച്ച് വസിക്കുക? ആരുടെ ഒന്നിച്ചാണ് വസിക്കേണ്ടത്? സ്രഷ്ടാവിനോട് ഒന്നിച്ച് വസിക്കണം, ഉപവസിക്കണം. ഈ അള്ളാഹുവിനോട് ഒന്നിച്ച് വസിക്കാൻ നമുക്ക് ചില യോഗ്യതകളുണ്ടാകണം. എല്ലാവർക്കും കയറി അങ്ങ് വസിക്കാൻ ഒക്കുമോ? ഇല്ല. ആ യോഗ്യത നാം ഹൃദയശുദ്ധിയുള്ളവരാണ് എന്നുള്ളത് മാത്രമാണ്. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണം. എന്താ ഈ നല്ല ഹൃദയം എന്ന് പറയുന്നത്? നല്ല ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പോലെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളുള്ളവരായി തീരുക എന്നുള്ളതാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ല, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഒരു വിവേചനവുമില്ല. ഈ ലോകത്ത് പല വിധത്തിലുള്ള വിവേചനങ്ങളുണ്ട്. മതവിവേചനങ്ങളുണ്ട്, ജാതി വിവേചനങ്ങളുണ്ട്, ലിംഗവിവേചനങ്ങളുണ്ട്, ഭൗതിക വിഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവേചനങ്ങളുണ്ട്, വർണ്ണവിവേചനങ്ങളുണ്ട്, പല വിവേചനങ്ങളുണ്ട്. ഈ വിവേചനങ്ങളൊന്നും ഇല്ലാതെയാണ് അള്ളാഹു ഈ ലോകത്തെ കാണുന്നത്, പ്രപഞ്ചത്തെ കാണുന്നത്. അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ സൃഷ്ടി എന്ന സത്യം മാത്രമാണുള്ളത്, തൻ്റെ സൃഷ്ടി എന്ന ബോധം മാത്രം. ഈ ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയം ദിവ്യഹൃദയമായി തീരുന്നത്, തിരുഹൃദയമായി തീരുന്നത്. അതാണ് പ്രവാചകന്മാരുടെ ഹൃദയം. ഇതാണ് ഒന്നാമതായി നമുക്ക് വേണ്ടത്. ഉപവാസത്തിനുള്ള യോഗ്യത തിരുഹൃദയമുള്ളവരായി തീരുക എന്നുള്ളതാണ്. തിരുഹൃദയമുള്ളവരായി തീരുക. ഒരു തരത്തിലുള്ള വിവേചനവും അവൻ ഹിന്ദുവാണ്, ഇവൻ മുസൽമാനാണ്, അവൻ ക്രിസ്ത്യനാണ്, ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവൻ ദൈവവിശ്വാസിയാണ്, അവൻ ദൈവനിഷേധിയാണ്, അവൻ കറുത്തവനാണ്, ഇവൻ വെളുത്തവനാണ്, അവൻ കുറിയവനാണ്, അവൻ പണമുള്ളവനാണ്, പണമില്ലാത്തവനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, ട്രാൻസ്ജെൻഡറാണ്, ഇങ്ങനെയുള്ള എല്ലാ വിവേചനങ്ങൾക്കും അപ്പുറത്ത്
അള്ളാഹുവിൻ്റെ സൃഷ്ടി, ഈ ഒരു ബോധത്തിലേക്ക് എത്തുന്ന നാളുണ്ടോ അന്ന് നിങ്ങൾ ഉപവാസത്തിന് അർഹരായിത്തീരും. നോമ്പെടുത്തോളൂ, നോമ്പെപ്പോഴും നല്ലതാ. പക്ഷെ ഉപവാസത്തിലെത്തണമെങ്കിൽ, കാമ്പുള്ള നോമ്പാകണമെങ്കിൽ, സകലവിധ ഡിസ്ക്രിമിനേഷൻ ബോധങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി ആകാശത്തോളം വിശാലമായ ആ ബോധ്യത്തിലേക്ക് എത്തണം. അള്ളാഹു എങ്ങനെയാണോ തൻ്റെ സൃഷ്ടികളെ കാണുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കാണാൻ നമുക്ക് കഴിയണം. ഞാൻ തന്നെയാണത് എന്നുള്ള ബോധമാണത്. വിവേചനങ്ങളുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? ഉറപ്പിക്കണം, ഉപവാസത്തിന് യോഗ്യതയായിട്ടില്ല. ഉപവാസത്തിലേക്ക് അള്ളാഹു നിങ്ങളുടെ കൂടെ സഹവസിക്കാൻ തൽക്കാലം വരാൻ ആയിട്ടില്ല. കൂടെ താമസിക്കാൻ അള്ളാഹു വരണോ എങ്കിൽ ആ ബോധം വരണം, അതിലേക്ക് വളരണം. എല്ലാവിധ വിവേചനങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ വലിച്ചെറിയണം. പൗരോഹിത്യം പണിത് തന്നിട്ടുള്ള, നാട്ടാചാരം പണിത് തന്നിട്ടുള്ള, മാമൂലുകളും സമ്പ്രദായങ്ങളും നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, ചെറുതിലേ കേട്ട് കേട്ട് ശീലിച്ചു പോയിട്ടുള്ള എല്ലാവിധ വിവേചനങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകളെ മാറ്റിവെക്കണം. എന്നിട്ട് ഭാരരഹിതരാകണം. സൃഷ്ടികളെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയണം. ഒരുവിധം വിവേചനവും പാടില്ല. അപ്പോൾ നമുക്ക് ഉപവസിക്കാൻ കഴിയും. അള്ളാഹു കൂടെ വന്ന് താമസിക്കും. ഒരു വാക്കും വേണ്ട, ഒരു പ്രാർത്ഥനയും വേണ്ട, മനസ്സ് മാത്രം മതി. അതാണ് അള്ളാഹുവിൻ്റെ അർശ്, അതാണ് അള്ളാഹുവിൻ്റെ കുർസി. അള്ളാഹുവിൻ്റെ അർശും കുർസിയും വേറെ എവിടെയോ അല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തിലാണ്. അത് ശുദ്ധമാക്കി വെച്ചാൽ അവൻ അവിടെ അത് പണിയും, അവിടെ വന്നിരിക്കും. നമ്മുടെ ഹൃദയം മസ്ജിദായി തീരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.